ഇനി സാധാരണ ഡിഗ്രിക്കാർക്കും സോഫ്റ്റ്വെയർ പ്രൊഫഷണലുകളാകാം. ഉന്നത നിലവാരമുള്ള പരിശീലന ക്ലാസുകളിലൂടെ നിങ്ങളുടെ ഡ്രീം കരിയർ സ്വന്തമാക്കൂ. ലൂമിനാർ ടെക്നോ ലാബ്. എടി, ഇത് നിനക്ക് നല്ല ഓഫീസിൽ വന്ന നമ്പർ അല്ലേ? അത് തന്നെയാണോ? അത് ശരിയാണല്ലോ. അപ്പൊ ഓൻ അവിടെയും വെച്ച് ഇവിടെയും വെച്ച്. ഞാൻ ഇന്നലെ ഒരു ഫയൽ കറക്ഷൻ അയച്ചിട്ടുണ്ട്. അതേ മറന്നുപോയി. ഞാനിപ്പോ തന്നെ അയക്കാം. ഉമ്മയും ബാപ്പയും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ആണ്. എല്ലാം കൂടി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ലൈഫൊക്കെ എവിടെ പോയി നിൽക്കുന്നുള്ള തോന്നലാണ്. എന്നിട്ട് അവനെ കൊണ്ട് അപ്പോളജി ലെറ്റർ കൂടെ എഴുതി വാങ്ങിക്ക്. ഇതൊക്കെ ഓവറാവില്ല. നീയായിട്ട് ഓവറാക്കി ചാളാക്കാണ്ടിരുന്നാ മതി. നീ ചെയ്യടാ, നിന്നെ കൊണ്ട് പറ്റും. Sir, may I come in? Yeah, Aisha, come. Yeah, please take your seat. Thank you, sir. Yes, Aisha, how can I help you? Sir, ഒരു കംപ്ലൈന്റ് പറയാനാണ് ഞാൻ വന്നത്. കംപ്ലൈന്റോ? അതെ, ജസീലിനെ കുറിച്ചാണ്. ജസീൽ നിങ്ങളുടെ ടീം ലീഡ് അല്ലേ? അതെ. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ പോലും ഭയങ്കര ഫയറിംഗ് ആണ് ജസീലിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും എന്നെ വിളിച്ച് 1.5 മണിക്കൂർ ചീത്ത പറയാം. താൻ എന്തിനാ ഇതൊക്കെ ടോർച്ചറായിട്ട് എടുക്കുന്നത്? താൻ വല്ല തെറ്റും ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കും. സാർ, അങ്ങനെയല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടീം മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ പുള്ളി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ അതൊക്കെ കാരണം എനിക്ക് എന്നെ ഒരു വർക്ക് പോലും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. സി ഐഷ, ജസീലിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ വർക്ക് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാർ, ഇപ്പം ഞാനിത് മോശമായിട്ട് പറഞ്ഞില്ല, പക്ഷെ എൻ്റെ മാത്രം കാര്യമല്ല, ടീമിലുള്ള ബാക്കി മെമ്പേഴ്സിനും ജസീലിൻ്റെ ബിഹേവിയർ ഭയങ്കര ഹേർട്ടാവുന്നുണ്ട്. സാർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. ഞാൻ എന്തായാലും അവനൊന്ന് വിളിച്ച് സംസാരിക്കാം. സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് ജസീലിൻ്റെ കയ്യിൽ നിന്നൊരു അപ്പോളജി ലെറ്റർ വേണം. അപ്പോളജി ലെറ്ററോ? അതൊക്കെ കുറച്ച് ഓവറല്ലേ? സാർ, ഇത് എനിക്കെങ്ങനെ പറയണമെന്നറിയില്ല. എനിക്കിപ്പോൾ ഡെയിലി വർക്ക് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോളജി ലെറ്ററിൻ്റെ കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഞാൻ എന്തായാലും അവനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ബാക്കി എന്തായാലും ഐഷ ഇപ്പോൾ പൊക്കോളൂ, ക്യാബിനിലേക്ക് പൊക്കോളൂ. താങ്ക് യു. നീ പറഞ്ഞ ഐഡിയ ഒന്നും വർക്കൗട്ട് ആവില്ല കേട്ടാ. അപ്പോളജി കിട്ടി, അതല്ലേ പറയണേ. എന്നിട്ട് എവിടെ? അങ്ങേര് പറയണതേ ഓനെ ഒന്ന് ഉപദേശിച്ച് വിടാന്ന്. അത് പറയാനാ ഞാൻ ചെന്നത്. അയാളടുത്തേക്ക് വിടണോ? നമുക്ക് എങ്ങനെയും എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് കിട്ടണം. എന്താ ഒരു വഴി? അതിപ്പോ എന്താ വഴി? നീയല്ലേ ഇത്തവണ ടൂർ കോർഡിനേറ്റർ? അപ്പൊ ഒരു ഐഡിയ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഒരു 5 പേപ്പർ എടുത്തിട്ടെ എല്ലാവരുടെ അടുത്തും പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള 5 സ്ഥലങ്ങളുടെ പേര് പെട്ടെന്ന് എഴുതി കാണിച്ചിട്ടോ. അതിപ്പോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടാ പോരെ? നമുക്കെന്താ വേണ്ടേ? ഹാൻഡ് റൈറ്റിംഗ്. അത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടാ കിട്ടുമോ? നീ ഇടയ്ക്ക് വെറും ട്യൂബ്ലൈറ്റ് ആവണ്ടോ. പെട്ടെന്ന് ചെല്ല്, നമുക്ക് ഇന്ന് തന്നെ ആണ്. ഓക്കെ, എന്നാ ഞാൻ വേഗം പോയിട്ട് വരാം. ചേട്ടന്റെ കോഡിംഗ് എല്ലാം ഇന്നത്തോടെ തീരും. എൻ്റെ അതിഥി, ഈ തുള്ളി നടക്കാണ്ട് നിനക്ക് പോയി പണി എടുത്തോടറി. മാസം എണ്ണി വാങ്ങണതല്ലേ നീ? ഞാനേ എന്റെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ടൂർ പോകാൻ പറ്റൊക്കെ സ്ഥലങ്ങൾ നീ ഇതിലേക്ക് എഴുതിക്കേ. നമുക്കെന്ന് വെച്ചാ നമുക്കെന്ന് വെച്ചാ നമ്മളെ ഓഫീസ് സ്റ്റാഫിന്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഗുരുവായൂര്, രാമേശ്വരം, ഓയോ വഴി ഗോവയായാലോ? എന്റെ പൊന്നിഷാനെ, നീയൊന്ന് എഴുത്. ആണോ? അല്ല, ആയിഷേനെ കണ്ടില്ലല്ലോ. നിനക്ക് ആയിഷേനെ കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്നായോ? ഓ, വെറുതെ ചോദിച്ചേ. നടക്കട്ടെ. കൊള്ളാം. എന്നാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം എഴുതി. ഞാൻ മാഗി എഴുതുള്ളൂ. ബുക്കെന്റെ. ഇത് ഞാനൊന്ന് എടുത്തോട്ടെ. എന്തിന്? എനിക്ക് വായിക്കാൻ. വായിക്കുന്നതൊക്കെ കൊള്ളാം. 2 ദിവസത്തിനുള്ളിൽ ആ ടേബിളിൽ പുസ്തകം കാണണം എനിക്ക്. വെക്കണോ വേണ്ടെന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്ന് മുതലേ ഇഷയിലൊക്കെ തുടങ്ങിയേ? അതൊക്കെ തുടങ്ങി. ഒരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. കിട്ടിയില്ലേ? പണിയെടുക്ക. എടീ ഷാനെ, എന്താണ് ഒരാലോചനയൊക്കെ? ഞാൻ ഐഷനെ പറ്റി ഒന്ന് ആലോചിക്കായിരുന്നു. ഇന്ന്
ഐഷ എന്നോടും ആദർശനോടും ഒരുപാട് സംസാരിച്ചു. സംസാരിച്ചോ? ആ അത് നല്ലതല്ലേ. എന്നിട്ട് എന്താ അവള് പറഞ്ഞേ? ഫാമിലിനെ പറ്റിയിട്ടാണ്. അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ അതാണോ? അത് പണ്ട് മുതലുള്ള പ്രശ്ന. അവളുടെ ഉമ്മക്ക് എന്തോ സംശയരോഗ. അപ്പൊ അതിന്റെ പേരിൽ അവരെന്നും തമ്മിൽ തല്ല. ഈ പേരൻസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ബാധിക്കുന്നത് കുട്ടികളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അല്ലേ? അത് നീ പറഞ്ഞത് സത്യ. ദേ ഇവിടെ തന്നെ നോക്ക്, അവിടെ 24 മണിക്കൂറും വഴക്കാ. അതുകൊണ്ട് തന്നെ അവക്ക് വീട്ടിൽ പോവാൻ തന്നെ തോന്നാറില്ല. ഓ, അപ്പൊ അതുകൊണ്ടാണ് വീട്ടിൽ പോവാത്തത്. അല്ല എന്താണ് ഒരു സോഫ്റ്റ് കോർണറൊക്കെ സ്മെല് ചെയ്യുന്നുണ്ടല്ലോ. ഓടി. ഉം. ഓ. എടാ ചേച്ചിയോട് പറയടാ. ഈ സോഫ്റ്റ് കോർണർ ഒരു മിനിറ്റ്. ആ എടി ആദർശ് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ വരാം. ഓക്കെ. വായിഷ മാനേജറിനെ കണ്ടായിരുന്നല്ലേ? ആ കണ്ടായിരുന്നു. അപ്പോളജി ലെറ്റർ. ഇതല്ലേ താൻ ചോദിച്ചേ? മേടിച്ചു? ഐഷ, എനിക്ക് തന്നോട് പേഴ്സണലി ഒരു പ്രശ്നവുമില്ല. എൻ്റെ ടീം ബാക്കിയുള്ള ടീമിനേക്കാളും മികച്ചു നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. ഇഷാനും ആദർശൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ, അവരോട് ഞാൻ ഈ രീതിയിൽ തന്നെയല്ലേ ബിഹേവ് ചെയ്യുന്നത്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, നൈസായിട്ട് അവരത് ഡീൽ ചെയ്യേണ്ടത്. ഐഷക്ക് മാത്രമുള്ളൂ ഈ പ്രശ്നം. അത് ജസിൽ അല്ല, സാറ് വിചാരിക്കണ പോലെ അല്ല. അവർക്കൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പം ഹേർട്ടാവുന്നുണ്ട്. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ നോക്കാം. പിന്നെ ഐഷനെ ക്യാബിനിൽ വിളിപ്പിച്ചത് എനിക്ക് നേരിട്ട് സോറി പറയാൻ വേണ്ടിയിട്ട്. ഐ എം സോറി, റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. എനിവേസ്, ദാ അപ്പോളജി. എല്ലാം ഓക്കെ അല്ലേ? ഈ ഹാൻഡ് റൈറ്റിംഗ് ഏ? അല്ല, വർക്ക് പെൻഡിങ് ഉണ്ട്. ക്യാബിനിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ. ആ പിന്നെ മെയിലൊക്കെ അയക്കുമ്പോൾ 1-2 വട്ടം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് അയച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇവനെ കൊണ്ടിത് ആരാ? പുതിയ ലൈനാണാ? നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ നീ. ഇത് അതൊന്നും അല്ലടാ, ഇതെന്റെ ഒരു കസിനാ. അവൻ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാ. അപ്പൊ കൊച്ചിയിൽ എവിടെയെങ്കിലും നല്ലൊരു ഓഫീസ് സ്പേസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിക്കുക. ഇതാണ് ഇത്ര ആനക്കാര്യം. എടി നമ്മളിപ്പോ ക്യൂബ്സിന്റെ കോവർക്കിംഗ് സ്പേസിലല്ലേ, അവനോട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ പറ. അത് നല്ലൊരു ഐഡിയ ആണല്ലേ. ഞാനത് ഓർത്തില്ല. ഞാൻ ഇപ്പൊ തന്നെ അവന് മെസ്സേജ് അയക്കാവേ. അതൊക്കെ പോട്ടെ, നമ്മുടെ ടൂറിന്റെ കാര്യം എന്തായി? അതിന്റെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ. ആ ടൂറ് അത് നമ്മുടെ പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ പിന്നെ എന്തിനാ രാവിലെ അത് എഴുതിപ്പിച്ചേ നീ? ഉള്ള പ്രതീക്ഷയും പോയി. ആ എടി അവനെന്താ പറഞ്ഞേ? ഓൻ എന്നോട് ഭയങ്കര സോറി പറച്ചില്ല. സോറിയോ? ഓൻ ആകെ മാറി, ഭയങ്കര സ്മൂത്ത് ആയിട്ടായിരിക്കണേ. മാനേജർ പറഞ്ഞിട്ട് അവനൊന്ന് മാറാൻ നോക്കുക. മാറിയാ കൊള്ളാം. മാർക്ക് നമുക്ക് പിന്നെ ഈ വഴക്കൊന്നും കേൾക്കണ്ടല്ലോ. ദേടിയ പഴയ നമ്പറിൽ നിന്ന് മെസ്സേജ്. ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാ ഞാനിപ്പോ ഓന്റെ ക്യാബിൽ നിന്നല്ലേ വന്നേ. അപ്പൊ ജെസിൽ തന്നെയാ. ഇതിപ്പോ തന്നെ അവനോട് ചോദിക്കണം. എടി നിക്കേ, നീ ഇപ്പൊ പോയി ചോദിച്ചാൽ അവൻ സത്യം പറയോ? പോരാത്തേന് ഇപ്പൊ ഓഫീസ് ടൈമും. എനിക്കൊന്നും അറിയണ്ട. ഇത് എത്രയാന്ന് വെച്ചാ പൊട്ടം കളിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരാളെ ഇതിപ്പോ തന്നെ പോയി ചോദിക്കാം. ഇന്നെ തീരുമാനാക്കണം. ഐഷു എടോ, ഏത് ഫയലാടോ തന്നോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞേ? മര്യാദ നോക്കി എടുത്തോണ്ട് പാടോ. ഏകദേശം ഷർട്ട് ഇട്ട് ഇറങ്ങിക്കോളും. സോറി സാർ, ഷർട്ട് തേച്ചിട്ട് വരാം. ആ മാഡം കയറി. എന്താണ് ഐഷ? അപ്പോളജി ലെറ്ററിൽ റീഎഡിറ്റ് അതല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. വർക്ക് റിലേറ്റഡ്? അല്ല, കുറച്ച് പേഴ്സണലാ. എന്താണ്? കഴിഞ്ഞ ദിവസേ
അതിഥി ഹോട്ടലിൽ വെച്ച് എനിക്ക് ഗിഫ്റ്റ് ലെറ്ററൊക്കെ അയക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ, അതയക്കണ താനാണോ? എൻ്റെ ഐഷ, തൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. അത് ഞാനതൊക്കെ ചെയ്യും തനിക്ക് തോന്നണ്ട. പിന്നെ എനിക്കൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറയും. ഈ വളഞ്ഞ് മുക്കി പിടിക്കണ പരിപാടിയില്ലേ, അത് ഞാൻ ചെയ്യാറില്ല. തൻ്റെ കയ്യിൽ ആ ലെറ്ററിൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ കാണിക്ക്. എനിക്കറിയുന്ന ആരുടെയെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് ആണോ നോക്കാം. എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒമ്നിഗ്ലോഡ് ലാംഗ്വേജ് ഒക്കെ ആണല്ലോ. ജസീൽ ഈ ലാംഗ്വേജ് അറിയാ? ഇത് എഴുതിയവൻ ഈ ലാംഗ്വേജ് പണ്ട് ഞാനാ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഇത് ആരായിരിക്കും എഴുതിയത്? കണ്ടുപിടിച്ചാരാ? ഇതെന്താ അപ്പൊ ഇതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്? ഇഷാൻ. ഈശാനോ? എടാ ഭീകരാ. ഓക്കെ. വർഗിനാരും മറക്കണ്ട. ഇഷാനേ കള്ളാ. ഇവിടെ എന്താടാ? ഇതിൻ്റെ നീ എന്താ ആളെ പൊട്ടനാക്ക? അത് പിന്നെ ആയിഷ, ഈയൊന്നും മിണ്ടരുത്. നിങ്ങൾ രണ്ടാളും ചേർന്നുള്ള പണിയല്ലേ ഇത്? വേറെ ആരായിരുന്നെങ്കിലേ എനിക്ക് ഇത്രയും ദേഷ്യം വരില്ലായിരുന്നു. ഐഷു, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടാണെങ്കിലേ അത് നേരിട്ട് വന്ന് മുഖത്ത് നോക്കി പറയണം. അല്ലാതെ മാതിരി പൊട്ടങ്കളിയല്ല വേണ്ടത്. എടി, എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഇഷ്ടം പറയാതിരുന്നത്. പേടിയുള്ളവന്മാരെ പ്രേമിക്കാൻ നിൽക്കരുത്. ഇടി ഐഷു, നീ ഒന്നിങ്ങ് വന്നേ, എല്ലാരും ശ്രദ്ധിക്കുന്നു. നീ ഇവിടെ ചേർന്നുള്ള ഒത്തുകളിയാ ഇത്? ഇനി മേല പ്രേമം എന്നെങ്ങാനും പറഞ്ഞ് എന്റെ പിന്നാലെ വന്ന പടച്ചോനാണ് സത്യം. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. അന്നെപ്പോലുള്ളവന്മാരുടെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം. എൻ്റെ ഐഷു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അത് നിന്റെ തൊലി വെളുപ്പും സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഇനി അത് വേണ്ടാന്നാണെങ്കിൽ ഇനി മേലെ ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നില്ല. നിനക്ക് മനസ്സിലായോ? നടക്കുന്നില്ല എന്ന് വെച്ചാൽ നടക്കുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് മോളെ ഒറ്റയ്ക്ക് ഇരുന്നൊരു ചിരിയൊക്കെ? ഒന്നുമില്ല. എന്നാലും നീ അവനോട് അത്രയ്ക്ക് ദേഷ്യപ്പെടണ്ടായിരുന്നു. നിന്നെ ഞാൻ ഇതുവരെ അത്രയ്ക്ക് ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ലല്ലോ. എടാ, പിന്നെ നമ്മൾ ഇത്ര അന്വേഷിച്ച് നടന്നിട്ടെ ഓൻ എന്നറിയുമ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ വന്നുപോയി. മോളെ ഐശു, നമുക്ക് എത്രയൊക്കെ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രേമിക്കുന്ന ആളെ കാണുമ്പോ ഒന്ന് മുട്ടിടിക്കും. അത് നിനക്ക് എക്സ്പീരിയൻസ്. അതെ അതെ. ഓനോട് ദേഷ്യം കാണുമല്ലേ? അവനങ്ങനെ ദേഷ്യമൊന്നും കാണില്ല. നിനക്ക് അവനെ വിളിച്ചു നോക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പോ വിളിക്കണ്ട. ഓനെ പുറത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്താലാ? എന്നിപ്പോ പോവാം. പിന്നെ നീ വിളിച്ചു പറ. എന്ന് ഞാൻ അവനെ വിളിച്ചു പറയാം. എന്തിനാ ഇപ്പോ കാണാന്ന് പറഞ്ഞ്? ഈ ലെറ്റേഴ്സും ഗിഫ്റ്റൊക്കെ വെക്കുന്ന പരിപാടിയെ നീ എവിടുന്നാ പഠിച്ചേ? വല്ല പടത്തിൽ നിന്നാണോ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഒപ്പിച്ച പണിയാണോ? അല്ലേ ഓന്റെ ഹെൽപ്പ് ഉണ്ടാവും? ആദർശിന്റെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അവന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ലല്ലോ. ഞാൻ ആ ബുക്ക് അപ്പ് ചെയ്യുന്ന കാര്യം അത് ഓക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അതിഥി ഓഫീസ് വെച്ച് പറഞ്ഞ? അതിഥി പറഞ്ഞു.
പിന്നെന്താന്ന് ഞാൻ വിളിച്ചപ്പോൾ മിണ്ടാണ്ടിരുന്നത്? ഞാൻ 3 തവണ ഹലോ വെച്ചല്ല. പേടിച്ചിട്ടാണ്. പിന്നെ എപ്പോഴാണ് ഇഷ്ടമാവാൻ തുടങ്ങി? എന്താ അല്ല, എന്നോടെ എപ്പോഴാണ് ഇഷ്ടം തോന്നി തുടങ്ങിയത്? ഇഷ്ടം അതെപ്പോഴാ തോന്നിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ അളന്ന് മുറിച്ച് അതിൻ്റെ മീറ്റർ ഒന്നും പറയാൻ എനിക്കറിയില്ല. അങ്ങോട്ട് തോന്നിപ്പോയി, അത്ര തന്നെ. ഇപ്പോ എന്നോടുള്ള ദേഷ്യം മാറിയ അതാ ഞാൻ കാണുന്നു പറഞ്ഞു. എനിക്കും ഇപ്പം ആ പഴയ പേടിയൊന്നും ഇല്ല കേട്ടോ. ധൈര്യമൊക്കെ ഉണ്ട്. ഒരുപാട് ഇഷ്ടമായി ഇയാളെ, ഭയങ്കര ഇഷ്ടം. പിന്നെ പെട്ടെന്നൊരു മറുപടി പറയണമെന്ന് ഞാൻ പറയില്ല. സമയമെടുത്ത് ആലോചിച്ച് പയ്യെ പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല. ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ട് നിന്നോട്. അത് ഇനി ലവ് ആയിരിക്കും. മേ ബി ആയിരിക്കാം. ഇഷാനെ, ഓ ഞാൻ ഓഫീസിൽ വെച്ച് കുറേ എന്തൊക്കെയോ നിന്നെ പറഞ്ഞു. എനിക്കെന്തോ നീ എന്നെ ഇട്ട് പൊട്ടം കളിപ്പിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. നീ ഒന്നും മനസ്സിൽ വെക്കരുത്. എടി, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. നീ ഇതിപ്പോഴും ഇതും കൊണ്ട് നടക്ക മനസ്സിൽ. നീ ഇപ്പോഴും വിട്ടിട്ടില്ല. അയ്യേ, ഞാൻ നിന്നോട് എൻ്റെ ഫാമിലി ഇഷ്യൂസ് പറഞ്ഞിട്ടില്ലേ? എൻ്റെ വീട്ടിലെ ഉമ്മയും പാപ്പയൊന്നും ഒരു ദിവസം പോലും സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നേലും എൻ്റെ ലൈഫിൽ റിലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് അതുപോലൊന്നും അവരെ നിർബന്ധമുണ്ട്. എടി ഐഷു, എല്ലാ റിലേഷൻഷിപ്പും ഇതുപോലെ ആകണമെന്നൊന്നുമില്ല. ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? നീ സമയമെടുത്ത് പയ്യെ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഞാൻ എപ്പോഴെങ്കിലും തിരക്ക് കൂട്ടിയോ? ഞാൻ മുസ്ലിമും നീ ഹിന്ദു അല്ലേ? അതൊക്കെ ശരിയാവോ? ഹിന്ദു മുസ്ലിം ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ. നമ്മുടെ അതിഥി ഹിന്ദു അല്ലേ, നിന്റെ കൂടെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അത് ഫ്രണ്ട്. പക്ഷെ ലൈഫ് പാർട്ട്ണർ ആവുമ്പോൾ ഫ്രണ്ട് ലൈഫ് പാർട്ട്ണർ ആവുന്നതാണ് ഏറ്റവും അടിപൊളി. അതറിയില്ല. പിന്നെ അതൊക്കെ അപ്പോഴത്തെ കാര്യമല്ലേ. ഇപ്പം എന്തിനാ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ അതിഥി നിന്നെ പറ്റി ആദ്യം പറഞ്ഞപ്പോഴേ ഞാൻ ഈ പേര് കേട്ടപ്പം കരുതി നീ മുസ്ലിമാണെന്നാ. അത് എൻ്റെ പേരല്ലേ. അത് നീ പറയുമ്പോൾ മാത്രമല്ല, അല്ലാണ്ട് തന്നെ എല്ലാവരും മുസ്ലിമാണെന്ന് തന്നെയാണ് വിചാരിക്കാറ്. ഇഷാൻ മുസ്ലിം നെയ്മല്ലേന്ന്. പിന്നെ ഓ, ഇപ്പം ഈ ഹൈഡ് ആൻഡ് സിക്ക് ഗെയിമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് പറയേ. അയ്യോ, ഞാൻ സത്യം പറയട്ടെ, എനിക്ക് നിന്നോട് ഒരു ഫീലിംഗ് പോലും ഇല്ല. ഞാനും ആദർശും നിന്നെ അവളെയും കൂടി പ്രാങ്ക് ചെയ്തതാ. അയ്യോ, മണ്ടി 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 അയ്യോ മണ്ടി. അയ്യോ ഐഷു, അവിടെ നിന്നേ. എടി, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. എടി, ഇതാ ശരിക്കും ഉണ്ടല്ലോ, ഇതാണ് പ്രാങ്ക്. നേരത്തെ പ്രാങ്കേ അല്ല. എടി, തെറ്റിദ്ധരിക്കല്ലേ. അയ്യോ, ഞാനൊരു ഫൺ മൊമെന്റ്. എടി ഐഷു 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 എടി, ശരിക്കും നിന്നോട് എനിക്ക് ഐ ലവ് യു ആണ്. ഇത്ര നേരം പറഞ്ഞ സത്യമാണ്. ഐഷു ഐഷു ഐ ലവ് യു. ഐ ലവ് യു.